നമുക്കിന്നൊന്ന് പുറത്തു പോയാലോ? ഈ ബത്താമില് വേറെ മലയാളീസിനെ ഞങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? നമുക്കിന്ന് എന്റെ മലയാളി ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? സോ ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് ആഷ്. അങ്ങനെ നമ്മൾ റെഡിയായി ഇപ്പൊ ലിഫ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അത് പിക്ക് ചെയ്യാൻ വരും. അപ്പൊ നമുക്ക് താഴോട്ട് ചെല്ലാം. ആണെങ്കിൽ ഞാൻ താഴെ റോഡിലോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ വന്ന് എന്നെ പിക്ക് ചെയ്യാന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞില്ല, എന്തേ അവരെത്തി. കാറിന്റെ ഗ്ലാസ് താക്കുമ്പോഴേ എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞായിരുന്നു. നല്ലൊരു വെൽക്കമിങ് തന്നു. ഞങ്ങൾ എല്ലാവരും കൂടി 2 കാറിലായിട്ടാണ് പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കാറിൽ എല്ലാവർക്കും കൂടി ഇരിക്കാൻ സ്പേസ് ഇല്ലായിരുന്നു. ബാക്കി 3 പേര് മറ്റേ കാറിലും ഞങ്ങൾ 4 പേര് ഈ കാറിലുമാണ് പോകുന്നത്. നേരെ ഹോട്ടലിൽ ചെന്ന് ജോയിൻ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹോട്ടലിലെത്തി. ഈ ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? ഈ ഹോട്ടലിന്റെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു ക്രൂയിസ് ഷിപ്പ് മോഡലിലാണ്. ഇതിന്റെ വിൻഡോസ് ഒക്കെ കണ്ടോ? കറക്റ്റ് ഒരു ഷിപ്പിൽ കാണുന്ന പോലെയാണ് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ. മൊത്തത്തിൽ ഈ ഹോട്ടൽ കാണുമ്പോൾ ഒരു ക്രൂസ് ഷിപ്പിനെ കാണുന്ന പോലെയാണ്. ഈ ഹോട്ടലിന്റെ പേര് പസഫിക് പാലസ് ഹോട്ടൽ എന്നാണ്. ഞങ്ങൾ ഇവിടെയാണ് ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. നേരെ ഫ്രണ്ടിൽ ലാൻഡ് സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് 2 സൈഡിലായിട്ട്. അതുപോലെ തന്നെയാണ് പില്ലേഴ്സ് കാണാൻ നല്ല രസമുണ്ട്. അതിൽ കൊടുത്തേക്കുന്ന വർക്കിന്റെ ഒക്കെ ഡീറ്റെയിലിങ്ങും നല്ല രസമുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴുണ്ടല്ലോ ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ ഒരുപാട് കോയി ഫിഷസ് ഉണ്ട്. എന്താ ഈ കോയി ഫിഷസ്? നല്ല ഫോർച്യൂണും വെൽത്തും തരുന്ന ഫിഷസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിന്റെ തന്നെ പല കളേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്. മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. ഈ ഹോട്ടലിലോട്ട് കയറാൻ 2 ഡോറാണ്. ഒന്ന് നോർമലും മറ്റേത് റിവോൾവിംഗ് ഡോറുമാണ്. ഞാൻ റിവോൾവിംഗ് ഡോർ വഴിയാണ് കയറിയത്. എനിക്ക് അതുവഴി പാസ് ചെയ്തപ്പോൾ ബേബീസ് ഡേ ഔട്ട് മൂവിയിലെ ബേബി ആ ഡോർ വഴി മൾട്ടിപ്പിൾ ടൈംസ് ആണ് പാസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതാ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഹോട്ടലിന്റെ ഇൻസൈഡ് ചെന്നപ്പോൾ ഒരു രക്ഷയില്ല. മൊത്തത്തിൽ ഒരു ലക്ഷറി ഫീൽ ആയിരുന്നു. ശരിക്കും ഒരു റോയൽ ടച്ച് ആയിരുന്നു. ഫുള്ളി നല്ല രസമായിരുന്നു കാണാൻ. അവരെല്ലാരും കൂടി ലിവിംഗ് പ്ലേസിൽ ജോയിൻ ചെയ്ത് സംസാരിക്കുമായിരുന്നു. ഞാൻ കരുതി നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇത് കണ്ടോ? ഇതെന്ന് പറയുന്ന ഒരു ബോഡി മസാജിങ് ചെയർ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുത്ത് നമ്മുടെ ബോഡി നല്ല രീതിയിൽ മസാജ് ചെയ്ത് തരും. പിന്നെ ഇതിന്റെ ഡിസൈൻസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് ഏൻഷ്യൻ ഗ്രീസ് തീമിലാണ്. ക്ലാസിക്കും എലിഗന്റും ആയിട്ടാണ്. ഈ ഡെക്കോർ ഇൻസ്പയർഡ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് മിത്തോളജിയിലാണ്. ഈ സ്റ്റെയർ കേസും ക്ലാസിക്കൽ എലമെന്റ്സും സ്റ്റാച്ചുവും ഒക്കെ കോൺട്രിബ്യൂട്ട്സ് ചെയ്തിരിക്കുന്നത് മജസ്റ്റിക് അപ്പിയറൻസിലാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എനിക്കിവിടെ ബത്താമിൽ മലയാളി ഫ്രണ്ട്സ് ഉണ്ടെന്ന്. അപ്പൊ അവരെ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. Hello, I'm Maria. Hi, I'm Sana. ഞാൻ തെസി അഫീല. പിന്നെ ഞങ്ങൾ പോയത് ഫോട്ടോഷൂട്ട് സെക്ഷനിലോട്ടായിരുന്നു. അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഡൈനിങ് ഏരിയ പോകാന്ന് കരുതി. ആ പോകുന്ന വഴിയിലോ ഡിസ്പ്ലേയിൽ കുറെ സെയിലിംഗ് ഷിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷിപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ മൂവിയിലെ ജാക്ക് സ്പാരോ കൊണ്ടുനടക്കുന്ന ബ്ലാക്ക് പേൾ ഷിപ്പായിരുന്നു ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ ഡൈനിങ് ഏരിയയുടെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഡൈനിങ് ഏരിയയുടെ എൻട്രി. ഇൻസൈഡ് കയറിയപ്പോഴോ അവിടെയും സൂപ്പർ ആയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. ഒരു റോയൽ ടച്ച് തന്നെയായിരുന്നു അവിടെയും. ഇവിടെ ഫുഡൊക്കെ ബൊഫേ സർവീസിലായിരുന്നു. എല്ലാ ഫുഡിനും പ്രത്യേകം സെക്ഷൻസ് ഉണ്ടായിരുന്നു. ആ സെക്ഷൻസ് ആണെങ്കിലോ നല്ല രീതിയിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഫ്രൂട്ട്സിന്റെ സെക്ഷൻ ആയിരുന്നു. അവൈലബിൾ ആയ ഫ്രൂട്ട്സ് അവരിങ്ങനെ കട്ട് ചെയ്ത് പ്ലേസ് ചെയ്യും. നമുക്ക് ആവശ്യത്തിന് അത് എടുക്കാം. അതിനായിട്ടുള്ള പ്ലേറ്റ്സ് എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ള വാട്ടർ മെലോണും പപ്പായയും ഒക്കെ ആയിരുന്നു. ഇനി ഇതാണ് കോഫിയും ടീയും ആയിട്ടുള്ള സെക്ഷൻ. കോഫി വേണ്ടവർക്ക് കോഫിയും ടീ വേണ്ടവർക്ക് ടീ എടുക്കാം. മിൽക്കിനായിട്ട് ഇവിടെ 2 മെഷീൻസ് വെച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ സോസറും കപ്പും എല്ലാം അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഹോട്ട് വാട്ടർ ഉണ്ട്, മിനറൽ വാട്ടർ എല്ലാം ഈ സെക്ഷനിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ സാലഡ് സെക്ഷനിൽ പോയി. ഫസ്റ്റ് സാലഡ്സ് കഴിക്കാൻ എന്നാണ് കരുതിയത്.
ഈ സാലഡ്സിൽ കുറെ സോസസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സോസ് എടുക്കാം. അവിടെ വച്ചേക്കുന്ന പീനട്ട് സോസ്, ചില്ലി സോസ്, അങ്ങനെയൊക്കെയുള്ള സോസുകളായിരുന്നു. പിന്നെ തെസ്സി വേറെ സൂപ്പൊക്കെ ആയിരുന്നു എടുത്തത്. നമുക്ക് തെസ്സി എന്തോ എടുക്കുന്നതെന്ന് പോയി നോക്കാം. സൂപ്പ് തെക്വാൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഫിഷ് സൂപ്പാണ്. ഇത് ഉണ്ടാക്കുന്നത് ടപ്യോക്ക മാവും ഫിഷും കൂടി ചേർത്ത് ഫിഷ് കേക്ക് ഉണ്ടാക്കും. അതാണെങ്കിൽ നമ്മൾ ഷ്രിമ്പിന്റെ ബ്രോത്തിലിടും. ഇതിന്റെ പേരെന്തോ? നീ ഇടുന്നതാണ് പേര്, നീ ഇഷ്ടമുള്ള എസ് ചന്തോൾ എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് ആയിരുന്നു. കോക്കനട്ട് മിൽക്കും ഷുഗറും കൂടിയൊക്കെ ഉള്ളത്. പിന്നെ ആ സ്ട്രോബെറിയുടെ കളറിലുള്ളത് അതിന്റെ തന്നെ ഫ്ലേവറിലുള്ളതായിരുന്നു. അതിനകത്താണെങ്കിൽ കുറെ ജെല്ലീസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഈ സാലഡ് ആയിരുന്നു എടുത്തത്. അതിനുശേഷം ഞാൻ മെയിൻ കോഴ്സ് കഴിക്കാനായി പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. കാരണം എല്ലാം ഉണ്ട്, മട്ടൺ ഉണ്ട്, ബീഫ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, എഗ് ഉണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ കരുതിയതൊന്ന് അവരോട് ചോദിക്കാന്ന്. എക്സ്ക്യൂസ് മീ ലേഡീസ്, ഇതെന്താ എടുക്കുന്നേ? ഇതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സെനക്ക് മാത്രമേ അറിയാവൂ. ഈ ഇക്കാൻ ബവാൻ ഗോരാങ് എന്ന് പറയുന്നത് ഫ്രൈഡ് ചെയ്ത ഫിഷ്, അതിന്റെ കൂടെ ഓണിയൻസ്, അങ്ങനെയാണ് അത് പറയുന്നത്. എന്റെ പ്ലേറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് റൈസും ബീഫും റോസ്റ്റഡ് ചെയ്ത പീനട്സും പിന്നെ ക്രാക്കർ എന്ന് പറഞ്ഞ ഒരു ചെറിയ രീതിയിലെ ഒരു പപ്പടം പോലത്തെ ഒരു ടൈപ്പാണ്, ഒരു സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാം. പിന്നെ തേങ്ങാപ്പാലിന്റെ ഒരു ചിക്കൻ, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ആ സമയത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഈ ഹോട്ടലിനെ പറ്റി റിവ്യൂ പറയാമെന്ന് ചോദിച്ചു. അത് ഞങ്ങൾ നൈസായിട്ട് മരിയെ ഏൽപ്പിച്ചു. Here, I'm happy that I was able to enjoy the Indonesian traditional food in Malaya. Thank you so much. Expecting a lot from you guys. Thank you. If you give 1 of 10, you give Pacific Palisade? Of course, 9 out of 10. Wow, thank you so much. അതിനുശേഷം ഞാൻ വീണ്ടും എന്റെ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം എടുത്തത് വെർമസലിയുടെ ഒരു ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ ഒരു ടോഫു, അത് കുക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ ഒരു ഫ്രൈഡ് എഗ്ഗുമാണ് ഞാൻ എടുത്തത്. ആ റൈസും കൊള്ളില്ലായിരുന്നു, ആ ടോഫും കൊള്ളത്തില്ലായിരുന്നു. ആ ഫ്രൈഡ് എഗ്ഗ് മാത്രമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പോയി കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ കരുതി. അപ്പൊ ആകെ അവിടെ ഉണ്ടായിരുന്ന വാട്ടർ മെലോൺ ആയിരുന്നു, ബാക്കിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് വാട്ടർ മെലോൺ ഒക്കെ എടുത്തായിരുന്നു. അതിനുശേഷം ഞാൻ പോയത് എന്റെ ഫേവറേറ്റ് സെക്ഷനായ കേക്കിന്റെ സെക്ഷനിലായിരുന്നു. ഇവിടെ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഇല്ല മാവൊക്കെ വെച്ച് ആ കേക്ക് അല്ല ഇത്. ഇതെന്ന് പറയുന്നത് സ്റ്റീംഡ് റൈസ് കേക്ക് ആണ്, പല ഫ്ലേവേഴ്സിലുള്ളത്. ആ ബ്രൗൺ കളർ എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്ക് അങ്ങനെയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ഞാൻ കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ക്രാക്കർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു ടൈപ്പ് പപ്പടം പോലത്തെ ഐറ്റം ആണ്. ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് സ്റ്റാർച്ച് കൊണ്ടാണ്. അതിനകത്ത് വരുന്ന ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് ഫിഷിന്റെ ഷ്രിമ്പിന്റെ ഒക്കെ ആയിരിക്കും. ഇത് ലൈവ് കുക്കിംഗ് ആയിരുന്നു. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്തോനേഷ്യൻ സ്ട്രീറ്റ് ഫുഡിന്റെ ഏരിയ ആണ്. ഇവിടെ ആ പാക്കറ്റിൽ വെച്ചേക്കുന്നത് നൂഡിൽസ് ആണ്. അത് നമ്മൾ പറയുമ്പോൾ അവർ ലൈവായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും. അതിനുള്ള സോസും എല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് സിഗ്നേച്ചർ ആയിട്ടുള്ള നാസി ഗോരങ് ആയിരുന്നു. ഈ നാസി ഗോരങ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസിനായിരുന്നു. ഇവരുടെ നാസി ഗോരങ് നല്ലൊരു ടേസ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഇവരുടെ നാസി ഗോരങ്. പക്ഷെ ഇവർ ഈ പല ഫ്ലേവേഴ്സിലെ നാസി ഗോരങ് ഉണ്ട്. ചിലരാണെങ്കിൽ ഉണക്കമീനൊക്കെ ചേർത്ത് നാസി ഗോരങ് ഉണ്ടാക്കുക, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ബാക്കി അല്ലാതെ എഗ്, ചിക്കൻ അതിന്റെയൊക്കെ ടൈപ്പ് എനിക്ക് ഇഷ്ടമാണ്, കഴിക്കാനും നല്ലതാണ് അത്യാവശ്യം. പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് സംസാരിച്ചു, ചിരിച്ചു, കളിച്ചു, വർത്താനം പറഞ്ഞു, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറെ നേരം ഇരുന്നു. സമയം പോയത് തന്നെ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ തിരിച്ച് ഇറങ്ങാറായപ്പം എല്ലാവരും ടാറ്റയൊക്കെ കൊടുത്തു. ഞാനും എന്റെ വക ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ തിരിച്ചു പോയപ്പോഴും 2 കാറിലായിട്ടായിരുന്നു പോയത്. സെനയും മിന്റിയും കൂടി ഒരു കാറിൽ, അവർക്ക് മക്കളുമാരെ പിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടിയായിരുന്നു ഒരുമിച്ച് പോയത്. എന്നെ അവർ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ പയ്യെ അവിടെ നിന്ന് നടന്ന് അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ സ്റ്റെപ്പൊക്കെ കയറി ലിഫ്റ്റിലെത്തി. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്. അപ്പം ഇന്നത്തെ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു ജേർണി വീഡിയോ ആയി കാണുന്നവരെ ബൈ.